കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും ജീസസ് റെയിൻസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് എനിക്ക് നിശ്ചയമായി ഉറപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ അത് തെളിവാക്കുന്നു. നിങ്ങളുടെ കത്തുകൾ ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കർത്താവ് ചെയ്ത വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ടീം, അതിനുവേണ്ടി ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് കർത്താവ് ചെയ്യുന്ന അത്ഭുത വിടുതലുകളും ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഞങ്ങളെ ബന്ധപ്പെടണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാണ്. അവൻ്റെ സ്നേഹമാണ് ലോകത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി എത്ര പറഞ്ഞാലും, അവൻ്റെ കൃപയെപ്പറ്റി എത്ര പറഞ്ഞാലും അത് മതി വരത്തില്ല. കാരണം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവർത്തികൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ അനുഭവിക്കും തോറും അവനെപ്പറ്റിയുള്ള അറിവും സ്നേഹവും വർദ്ധിച്ചു വരും. ഇതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഭാഗത്തും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ സ്നേഹവും അവൻ്റെ കരുതലും നമ്മൾ ഓരോ നിമിഷവും അയവിറക്കണം. നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് എപ്പോഴും നന്ദി പറയണം. ആ നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ പെരുകുവാനിടയാകുന്നത്. ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം, അതിൻ്റെ ആദ്യ വാക്യം തന്നെ നമുക്കൊന്ന് വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു. ഈ രാവിലെ ഇരുട്ടുള്ളപ്പോൾ എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഹൃദയത്തെ വളരെയധികം ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിയ ഒരു വാക്യമാണ്. കാരണം അതൊരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയെ കാണിക്കുന്ന സമയമാണ്. രാവിലെ ഇരുട്ടുള്ളപ്പോൾ, അതിരാവിലെ പ്രത്യാശകളും ഉളവാക്കുന്ന, രാവിലെ വളരെ സന്തോഷമുള്ള സമയത്ത് ഇരുട്ട്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും ഇതുപോലൊരവസ്ഥ കണ്ടേക്കാം. വളരെ സന്തോഷമെന്ന് തോന്നുന്ന സമയത്ത് ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സന്തോഷം അനുഭവിക്കേണ്ട സമയത്ത് ചില പ്രയാസങ്ങൾ, ജീവിതത്തിൽ ഉന്നതമായ നിലവാരത്തിലായിരിക്കാൻ ജീവിക്കുന്നത്, പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ആൾക്കാർ. നല്ല കുടുംബജീവിതമുണ്ട്, പക്ഷേ ജീവിതത്തിൽ എവിടെയോ എങ്ങനെയോ സമാധാനമില്ലാത്ത അവസ്ഥ. ജീവിതത്തിൽ ഒരുപാട് പണം വരുന്നുണ്ട്, പക്ഷേ ഒന്നും കയ്യിൽ നിൽക്കാതെ ഓട്ടസഞ്ചിക്കകത്ത് ഇടുന്നത് പോലെ അത് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ. ജീവിതത്തിൽ നന്മ അനുഭവിക്കേണ്ട ഒരുപാട് മണ്ഡലങ്ങളിൽ ആ നന്മയുടെ അനുഭവിക്കേണ്ട ആ സാഹചര്യമാകുമ്പോൾ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരവസ്ഥ. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കേണ്ട സമയത്ത് ഒരു ചെറിയ പ്രയാസം. ഒരുപാട് പണം അധ്വാനിച്ച് ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അത് കയ്യിൽ നിൽക്കാതെ ഒഴുകിപ്പോകുന്ന അവസ്ഥ. ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ എത്താതെ മറ്റു വഴികളായി അവരുടെ ഭാവി മറ്റൊരു ദിശകളിലേക്ക് പോകുന്ന അവസ്ഥ. ജീവിതത്തിൻ്റെ ഉയർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെയോ അറിഞ്ഞോ താഴ്ച സംഭവിക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ നന്മ പ്രതീക്ഷിക്കുമ്പോൾ പകരം തിന്മ അനുഭവിക്കുന്ന അവസ്ഥ. ഇതുപോലെയുള്ള ഒരു അവസ്ഥ കാണിക്കുന്ന ഒരു സമയമാണ് രാവിലെ ഇരുട്ടുള്ളപ്പോൾ. ഭയാനകരമായ അന്തരീക്ഷം. യെരുശലേമിൻ്റെ തെരുവീഥികളിൽ ഭയാനകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സഹോദരി രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് പുറപ്പെടുന്നത്. തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ കല്ലറ കാത്തു നിൽക്കുന്ന പടയാളികളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മുടെ അരുമനാഥനായ യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു, എല്ലാം സമാധാനമായി എന്ന് ചിന്തിക്കുന്ന ഗവൺമെൻറ്റും ഭരണാധികാര വർഗങ്ങളും മത നേതാക്കന്മാരുടെ നടുവിലൂടെ ഇതാ ഒരു സ്ത്രീ ചുവടുവെച്ച് കല്ലറയിലേക്ക് പുറപ്പെടുവാൻ തയ്യാറാകുന്നു.
പ്രിയ സഹോദര സഹോദരി മനസ്സിലാക്കണം, എന്താണ് ഈ സഹോദരിയെ ചലിപ്പിച്ച, ഈ ഇത്രമാത്രം സാഹസികമായ നിലപാടെടുക്കുവാൻ കാരണമാക്കിയത് എന്ന് ചിന്തിച്ചാൽ തൻ്റെ ജീവിതവും ഇതുപോലെ തന്നെയുള്ള ഒരവസ്ഥയിലാണ്. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം, ജീവിതത്തിൽ തള്ളപ്പെട്ട അനുഭവം, ജീവിതത്തിൽ അനേക ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട് അരുമനാഥൻ്റെ കൈകളാൽ വിടുതൽ പ്രാപിച്ച സന്തോഷം ഈ അരുമനാഥൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ അരുമനാഥൻ്റെ കല്ലറയിലെങ്കിലും ചെന്ന് എൻ്റെ നാഥൻ എന്നെ വിടിവിച്ചവൻ്റെ നാറുന്ന ശരീരമായാൽ പോലും എനിക്കതൊന്ന് വേണമെന്നുള്ള ആ ആഗ്രഹത്തിൽ ആ സഹോദരി കല്ലറയിലേക്ക് ചുവടുവെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ മുമ്പിൽ ഒരുപാട് എതിരുകൾ, ഭരണാധികാര വർഗത്തിൻ്റെ പോലീസും പട്ടാളവും തെരുവീതികളിൽ ഒരുപക്ഷെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. വെല്ലുവിളികൾ ഒരുപാടുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ചുവടുവെക്കുവാൻ തയ്യാറാകുന്ന ഈ സഹോദരിക്ക് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വിടുതലുകളാണ് തന്നെ ചലിപ്പിക്കുവാൻ ഇടയാക്കിയത്. തൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത വിടുതലുകൾ, താൻ ഭൂതത്താൽ പിടിക്കപ്പെട്ടവളായിരുന്നു, പാപ സ്വഭാവത്തിന് അടിമയായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച അരുമനാഥൻ്റെ അടുക്കൽ ചെല്ലുവാൻ, അവൻ്റെ ജഡത്തിൻ്റെ അടുക്കലെങ്കിലും ഒന്ന് ചെല്ലുവാൻ, അവൻ്റെ കല്ലറയിലെങ്കിലും ഒന്ന് ചെല്ലുവാൻ, അതിന് താൻ ഈ ലോകത്തിലെ ഏത് സാഹചര്യങ്ങളെയും വെല്ലുവിളിക്കുവാൻ തയ്യാറാകുന്ന ഒരവസ്ഥ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെരുശലേമിൽ ആരെയും ഭയാനപ്പെടുത്തുന്ന ഒരു ഭീകര സംഭവമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. ക്രൂശിച്ചതിന് ശേഷം ആ ശരീരമെടുത്ത് കല്ലറയിൽ അടക്കം ചെയ്തു. അടക്കം ചെയ്ത് റോമ സാമ്രാജ്യത്തിൻ്റെ പടയാളികളെ കാവൽ നിർത്തി. റോമ സാമ്രാജ്യത്തിൻ്റെ മുദ്ര വെച്ച കല്ലുകൾ വെച്ചു. ഈ കല്ലുകൾ എങ്ങനെ മാറ്റുമെന്നുള്ള ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ കല്ലറയിലേക്ക് പോകുവാൻ, ആ സെമിത്തേരിയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന ഈ സഹോദരിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട ആദ്യ വാർത്ത തന്നെ അവൾക്ക് ആശ്വാസം നൽകുന്നതാണ്. തൻ്റെ മുമ്പിലിരുന്ന വലിയ വെല്ലുവിളിയായിരുന്ന ഈ കല്ലറയുടെ വാതിക്കലുള്ള കല്ല് മാറിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അവൾ മടങ്ങി ഓടി യേശുവിൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കുവാൻ ഇടയാകുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെ പറ്റി ഒരു വാക്ക് പറഞ്ഞോളട്ടെ. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യഹൂദന്മാരെ പേടിച്ച് വിറച്ച് റൂമിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു കാലഘട്ടം. ഇതിൻ്റെ നടുവിലാണ് ഈ സഹോദരി ചുവടുവെക്കുന്നത്. ശിഷ്യന്മാർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സഹോദരി പോവുകയാണ്. തിരിഞ്ഞു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, പത്രോസിനോടും യോഹന്നാനോടും പറയുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവരും ഓടിച്ചെന്നു. കല്ലറവാതിക്കൽ യോഹന്നാൻ നിന്നു. പക്ഷേ പത്രോസ് കല്ലറയ്ക്കുള്ളിൽ ഇറങ്ങി നോക്കി, ഒന്നും കണ്ടില്ല, വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. അവർ മടങ്ങിപ്പോയി. എന്നാൽ അരുമനാഥൻ്റെ ജഡം കാണാതെ മടങ്ങത്തില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ ഉറപ്പിൽ നിന്ന മറിയ അവിടെ അത്ഭുതം കാണുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ മറിയ കല്ലറവാതിക്കൽ പുറത്തെ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നയിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. തൻ്റെ അന്വേഷണത്തിൽ ഈ യേശു ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല. മരിച്ച തൻ്റെ അരുമനാഥൻ്റെ ശരീരം കിട്ടിയാൽ മതി. തന്നോട് ചെയ്ത നന്മയ്ക്ക് പകരം ചെയ്യുക, യേശു ചെയ്ത വിടുതലിന് ഒരു നന്മ ചെയ്യുക. ശിഷ്യന്മാർ ഓടി വന്ന് കല്ലറ കണ്ടിട്ട് മടങ്ങിപ്പോയെങ്കിലും യേശുവിൻ്റെ കൈകളാൽ വിടുതൽ പ്രാപിച്ച മറിയയ്ക്ക് അങ്ങനെ പോകാൻ സാധിച്ചില്ല. മറിയ കല്ലറവാതിക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക മാത്രമല്ല, പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ ഇടയായി. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, പ്രശ്നങ്ങളുടെ നടുവിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നീ നോക്കുമെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നീ കൽപ്പിക്കുമെങ്കിൽ,
അത്ഭുതത്തിൻ്റെ വാക്കുകൾ നിനക്ക് കേൾക്കാൻ കഴിയും. അത്ഭുതത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുവാൻ ഇടയാകും. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. തൻ്റെ വിശ്വാസത്തോടെയുള്ള ചുവടുവെപ്പുകൾ, പ്രതിസന്ധികൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ, പ്രശ്നങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ താൻ അനുഭവിച്ച സ്നേഹം തൻ്റെ ജീവിതത്തിലുള്ള സകല ഭയങ്ങളെയും പുറത്താക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ചുവടുവെക്കുവാൻ ഇടയാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉള്ളിൽ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ദൈവസ്നേഹത്താലുള്ള ചുവടുവെപ്പ്. അതുതന്നെയാണ് വിശ്വാസം. സ്നേഹം വിശ്വാസത്തെ ഉളവാക്കുന്നു. യഥാർത്ഥ സ്നേഹം വിശ്വാസത്തിലേക്ക് ചുവടുവെക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇവളുടെ ഈ സഹോദരിയുടെ ചരിത്രത്തിൽ അതാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത വിശ്വാസം വ്യർത്ഥമെന്ന് ഗലാത്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ യഥാർത്ഥമായി യേശു ക്രിസ്തുവിൻ്റെ വിടുതൽ അനുഭവിച്ച ഈ സഹോദരിയുടെ ഉള്ളിൽ യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു വിശ്വാസമായി പരിണമിക്കുകയും ആ വിശ്വാസമായി രൂപാന്തരപ്പെടുകയും തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെക്കാൾ വലുതായി അതിനെ ആ ഭയത്തെ പുറത്താക്കിക്കൊണ്ട് ആ കല്ലറയിലേക്ക് ചുവടുവെക്കുവാൻ ഈ സഹോദരി തയ്യാറാകുകയും ചെയ്യുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, തങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഒരു അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകാത്ത അവസ്ഥ ഇന്നുണ്ടെങ്കിൽ ഈ യേശുവിൻ്റെ വെളിച്ചം യഥാർത്ഥമായി താങ്കളുടെ ജീവിതത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ് അതിൻ്റെ കാരണം. യേശുവിനെ പറ്റിയുള്ള കേട്ടറിവ് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, യേശുവിനെ പറ്റി ആരാധിക്കുന്നുണ്ടാകാം, പള്ളിയിൽ റെഗുലറായിട്ട് പോകുന്ന ആളായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റിയും യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്ത, അങ്ങയുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും ഓർത്ത് അയവിറക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ സ്നേഹം അങ്ങയിൽ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നിമിഷം നിന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ യേശു ചെയ്ത നന്മകളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പാപത്തിൻ്റെ സ്വഭാവത്തിൽ കിടന്ന നമ്മളെ വിടുവിച്ചില്ലേ? ജീവിതത്തിൽ തകർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തിയില്ലേ? വിദ്യാഭ്യാസപരമായി നമ്മളെ ഉയർത്തിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യപരമായി കാത്തുപരിപാലിച്ചില്ലേ? നമ്മളെ ആരോഗ്യപരമായി കാത്തുപരിപാലിച്ചില്ലേ? ജീവിതത്തിൻ്റെ നന്മകൾ നൽകി നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഇതൊന്നുമില്ല എങ്കിൽ തന്നെ നമ്മൾക്ക് ആവശ്യത്തിനധികമായി ഓക്സിജൻ തന്ന് നമ്മളെ സ്നേഹത്തോടെ കാത്തുപരിപാലിച്ചില്ലേ? നമ്മുടെ ശ്വാസം വളരെ സന്തോഷത്തോടു കൂടി പോകുവാൻ നമ്മളെ ദൈവം ശക്തനാക്കിയില്ലേ? യേശുവേ എന്ന് വിളിക്കുന്നവർ മാത്രമല്ല യേശുവിൻ്റെ നന്മകൾ പ്രാപിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. ദൈവസ്നേഹത്താൽ എല്ലാവരെയും കരുതുന്നതുകൊണ്ട് യേശുവേ എന്ന് വിളിക്കാത്തവരെ പോലും ദൈവം കരുതുന്നു. താങ്കളുടെ ജീവിതത്തിൽ യേശു ചെയ്ത നന്മകൾ വിശ്വാസത്തോടെ ചുവടുവെക്കുവാൻ അങ്ങയെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായ ദൈവസ്നേഹം അങ്ങ് രുചിച്ചറിഞ്ഞിട്ടില്ല. അതിനായിട്ട് താങ്കളുടെ ജീവിതത്തിൽ യേശു ചെയ്ത നന്മകളെ എപ്പോഴും ഒരു വാക്ക് നന്ദി പറയുവാൻ താങ്കൾ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ഈ കൃപ നമ്മൾ പെരുകത്തുള്ളൂ, ഈ ദൈവസ്നേഹം നമ്മളിൽ പെരുകത്തുള്ളൂ. ആ ദൈവസ്നേഹം പെരുകുമ്പോഴാണ് വിശ്വാസത്തോടെ നമുക്കൊരു ചുവട് വെക്കുവാൻ നമ്മളെ ശക്തനാക്കി തീർക്കുന്നത്. അവൾ ഓടി മടങ്ങി വന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസിനോടും യോഹന്നാനോടും പറയുന്നതായി നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നു. പത്രോസിനോടും യോഹന്നാനോടും പറയുമ്പോൾ പത്രോസും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും റൂമിനകത്ത് അടച്ചിട്ട് യഹൂദന്മാരെ പേടിച്ചിരുന്നതായിട്ട് ആ അധ്യായത്തിൽ തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അരുമനാഥൻ ഈ കൈവിട്ടു, ഇതുവരെ ഉണ്ടായിരുന്ന യേശുവെന്ന ആ വ്യക്തിത്വം തങ്ങളിൽ നിന്ന് മാറി ഈ ലോകം വിട്ടു, ഇനി തങ്ങൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ പരസ്പരം പരാതികൾ പറഞ്ഞുകൊണ്ട് ഈ റൂമിനുള്ളിൽ ആ ശിഷ്യന്മാർ ആയിരിക്കാം. അതിൻ്റെ നടുവിലാണ് ഈ സഹോദരി വന്നിട്ട് പറയുന്നു, കല്ലറയിൽ നിന്ന് കല്ല് മാറ്റപ്പെട്ട അവസ്ഥ ഞാൻ കാണുന്നു, വന്ന് നോക്കുവീൻ. അങ്ങനെ പത്രോസും യോഹന്നാനും ഓടുവാനിടയായി. എപ്പോഴും നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി വളരെ വാഞ്ചയോടെ നിൽക്കുന്ന ഒരാളാണ് പത്രോസ് എപ്പോഴും ഒരു ചുവട് വെക്കുവാൻ വളരെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ചിന്തിക്കാതെ മുമ്പോട്ട് ചുവട് വെക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് പത്രോസിനെ പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ തിരിഞ്ഞു ചിന്തിക്കാതെ പത്രോസും കല്ലറയിലേക്ക് ഓടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാനും അതിനോടൊപ്പം ഓടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഈ കല്ലറയുടെ വാതിക്കൽ ചെന്ന് നിന്നതല്ലാതെ ആ കല്ലറയിൽ ഇറങ്ങി നോക്കുവാൻ ആദ്യമേ തയ്യാറായില്ല. അവിടെയും പത്രോസിൻ്റെ ചുവടുവെപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു.
പത്രോസ് കല്ലറയിലേക്ക് ഇറങ്ങുന്നു, നോക്കുന്നു, പക്ഷേ അവർ രണ്ടുപേരും മടങ്ങിപ്പോകുന്നു. എന്നാൽ മറിയയുടെ ജീവിതത്തിലൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. തൻ്റെ അരുമനാഥൻ്റെ ബോഡി കാണാതെ ഞാൻ മടങ്ങിപ്പോകത്തില്ല. തൻ്റെ അരുമനാഥനായ യേശുവിൻ്റെ ആ ചീഞ്ഞു നാറുന്ന ജഡമെങ്കിലും കിട്ടാതെ താൻ മടങ്ങിപ്പോകത്തില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൽ ആ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് കരയുമ്പോൾ യേശു പ്രത്യക്ഷനാകുന്ന രംഗമാണ് അതിൻ്റെ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും താൻ എടുത്തു വെച്ച ചുവടിന് മുമ്പിൽ കർത്താവിനെ കാണാതെ താൻ മടങ്ങത്തില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി യേശു പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയുടെ മുമ്പിലാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്നേഹത്തിൽ ഉത്ഭവിച്ച ചുവടുവെപ്പുകൾ, സ്നേഹത്തിൽ ഉത്ഭവിച്ച ദൈവപ്രവർത്തികൾ എപ്പോഴും യേശുവിനെ വെളിവാക്കുക തന്നെ ചെയ്യും. ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ യേശുവിനെ പറ്റിയുള്ള ആ സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഏത് പ്രവർത്തികളും യേശുവിനെ വെളിവാക്കുക തന്നെ ചെയ്യും. യേശു നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ദൈവവചനം ഇങ്ങനെ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവനെ തന്നെത്താൻ വെളിപ്പെടുത്തും. തന്നെ സ്നേഹിക്കുന്നവനെ യേശു തന്നെത്താൻ വെളിപ്പെടുത്തും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, യേശുവിനെ പറ്റിയുള്ള സ്നേഹം നിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഈ യേശു നിനക്ക് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ആ യേശു മറിയയ്ക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു ആ പൂർണ്ണ രൂപമായി, ആ പൂർണ്ണമായ ആ അവസ്ഥയിൽ ആദ്യമേ ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടായിരിക്കാം കല്ലറയിലേക്ക് പോയത്. ഒരുപക്ഷെ ജീവിതത്തിലെ ആശങ്കകളോടുകൂടിയായിരിക്കാം കല്ലറയിലേക്ക് പോയത്. എന്നാൽ യേശുവിനെ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങിപ്പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. തൻ്റെ ശിഷ്യന്മാരോട് വളരെ നിശ്ചയദാർഢ്യത്തിലുള്ളൊരു സന്ദേശം പറയുവാൻ തന്നെയാണ് പോകുന്നത്. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്നുള്ള സന്ദേശവുമായിട്ടാണ് അവൾ തിരിച്ചു പോകുന്നത്. ആ സമയത്ത് അവൾക്ക് യാതൊരു ഭയവും വീണ്ടും ഉണ്ടായി കാണത്തില്ല. അവൾക്ക് യാതൊരു കൂസലുമില്ലാതായിരിക്കാം ഒരുപക്ഷെ അവൾ മടങ്ങിപ്പോകുന്നത്. കാരണം അവൾക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ അരുമനാഥൻ ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തിലാണ് പിന്നെ ശിഷ്യന്മാരോട് ചെന്ന് അവൾ പറയുന്നത്, ഞാൻ യേശുവിനെ കണ്ടു. ഇന്ന് ഈ സമയത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, യേശു ജീവിക്കുന്നു എന്നുള്ള ആ നിശ്ചയദാർഢ്യം നിൻ്റെ ഹൃദയത്തിൽ ഉരുവാകണമെങ്കിൽ യേശുവിനെ പറ്റിയുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തി ഉള്ളിൽ നിന്ന് ആരംഭിക്കണം. യേശു ചെയ്ത നന്മകളെപ്പറ്റി എപ്പോഴും ധ്യാനിക്കുകയും യേശു ചെയ്ത നന്മകളെപ്പറ്റി എപ്പോഴും നന്ദി പറയുകയും ചെയ്യുമ്പോൾ ഇത് ഓരോ പ്രവൃത്തികളായി, ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളായി വരും. എല്ലാം കർത്താവിനെന്ന വണ്ണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും യേശു വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശു വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ സഭയിൽ യേശു വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ സമൂഹത്തിൽ യേശു വെളിപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ക്രിസ്തുവിനെ പറ്റി നമ്മൾ അനുഭവിച്ച യേശുവിൻ്റെ സ്നേഹം നമ്മൾ അയവിറക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് പ്രകാശമായി മറ്റുള്ളവർ കാണാൻ കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ലോകത്തിൻ്റെ വെളിച്ചം ലോകത്തിന് പ്രകാശിക്കണം. അത് പ്രകാശിക്കുന്നത് അതിൻ്റെ പവർ സോഴ്സ് ആകുന്ന യേശുവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ആ പ്രകാശം പുറത്തേക്ക് വരികയുള്ളൂ. അതിന് പ്രധാനമായിട്ടിരിക്കുന്ന ആ പവർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ടത് യേശുവിൻ്റെ സ്നേഹം ആണ്. ആ യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്ത പ്രവൃത്തികളെ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പവർ സോഴ്സ് നമ്മളിൽ കണക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ കിരണങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കുവാൻ ഇടയാവും. അത് അനേകരുടെ ജീവിതത്തിലേക്ക് നന്മയായി അനുഗ്രഹമായി തീരുവാൻ ഇടയാകും. യേശു ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് പ്രാപിച്ച മറിയ യേശുവിൽ നിന്ന് ഒരു കമ്മീഷൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ പ്രിയ മക്കളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ചെന്ന് പറ, ഞാൻ ജീവിക്കുന്നു. ആ ദൗത്യവുമായിട്ടാണ് അവൾ തൻ്റെ ശിഷ്യന്മാരായ പത്രോസിൻ്റെയും യോഹന്നാനെയും മറ്റു ശിഷ്യന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും അടുക്കൽ വന്നിട്ട് പറയുന്നു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു, അവൻ ജീവിക്കുന്നു. ഇന്ന് ലോകത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ദൗത്യം ഇതുതന്നെയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിനെ അനുഭവിച്ച സഹോദര സഹോദരി, യേശു ചെയ്ത നന്മകൾ പ്രാപിച്ച പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടേക്കാം. എന്നാൽ ഈ യേശുവിനെ കണ്ട താങ്കൾ, യേശുവിനെ കണ്ട് അനുഭവിച്ച താങ്കൾ, ഈ ലോകത്തോട് പറയാനുള്ള ഏക വലിയ സന്ദേശം ഇതുതന്നെയാണ്. യേശു ജീവിക്കുന്നു, യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ സമാധാനമില്ല,
സന്തോഷമില്ല, അക്രമം, പ്രയാസങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പരസ്പര കലാപങ്ങൾ, പരസ്പരം രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വെല്ലുവിളിക്കുന്ന മനുഷ്യർക്ക് പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത പല പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളുടെ വഴിപഴച്ച ജീവിതത്തെ ഓർത്ത് മാതാപിതാക്കൾ തകർന്നിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ വേർപിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ലോകത്തിൽ പല പ്രയാസങ്ങളുടെ നടുവിൽ ദൈവ പൈതലെ, അങ്ങയുടെ ഏക ഉദ്ദേശം യേശു ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ യേശു ജീവിക്കുന്നു എന്നുള്ള ഇരുട്ടു നിറഞ്ഞ ഈ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ പകർത്തിക്കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. അത് ഏറ്റെടുക്കുമ്പോൾ ഈ ലോകം പ്രകാശഭരിതമായി തീരും. പല സാഹചര്യങ്ങളിലും പല പ്രതിസന്ധികളുടെയും നടുവിൽ ലോകം നട്ടം തിരിയുകയാണ്. സാമ്പത്തിക കെടുതികൾ, പകർച്ചവ്യാധികൾ, ഭീകരപ്രവർത്തനങ്ങൾ, യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലോകത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ യേശുവിനെ പറ്റി ഒന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഈ യേശു ജീവിക്കുന്നു, ഈ യേശു സത്യവെളിച്ചമായി വെളിപ്പെടുന്നു. ഒരു തകർന്ന കുടുംബത്തിലേക്ക് കയറി ചെന്നിട്ട് അവളുടെ നടുവിൽ യേശു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു തകർന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട്, പ്രിയ സഹോദര സഹോദരി, നീ ഭാരപ്പെടേണ്ട, യേശു നിൻ്റെ ഭാരങ്ങളേക്കുവാൻ, യേശു നിൻ്റെ തകർച്ചകളെ വഹിക്കുവാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബം വിടുവിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ സ്നേഹം അവരിലേക്ക് പകർത്തപ്പെടുവാൻ വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ് എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ നമുക്ക് ചുവടുവെക്കാം. ഈ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ നമുക്ക് ചെയ്യാം. തകരുന്ന ലോകത്തിൽ, തകരുന്ന കുടുംബത്തിൽ, തകരുന്ന സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് യേശു ജീവിക്കുന്നു എന്ന് പറയാം. യേശു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, സാത്താൻ്റെ ആധിപത്യങ്ങൾ കാൽ കീഴാകും. കാരണം കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഈ ലോകത്തിലെ സകല ദുഷ്ടശക്തികളും യേശുവിൻ്റെ കാൽ കീഴായിത്തീരും. ആ യേശുവിനെ പറയുന്ന എൻ്റെയും നിങ്ങളുടെയും കാൽ കീഴായിത്തീരും. കാരണം ഇത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്, ഇത് ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്, ദൈവരാജ്യത്തിൻ്റെ വാഴ്ചയുടെ സമയമാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുക. ആ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയുന്ന പരമപ്രധാനമായ സത്യം വിളിച്ചു പറയുവാൻ താങ്കളെ യേശു വിളിക്കുന്നു. അതിനായി തയ്യാറെടുക്കാം. അതിനുവേണ്ടി നമുക്ക് വൻ കാര്യങ്ങളെ ചെയ്യാം. യേശുവിന് വേണ്ടി ഈ ലോകത്തെ നേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളാണെങ്കിൽ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ചാട്ട്. എന്തെങ്കിലും വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ ആ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നിൻ്റെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹത്താലും അങ്ങയുടെ ശക്തിയാലും അങ്ങയുടെ കൃപയാലും നിറച്ച് പ്രിയ പിതാവേ, അങ്ങയുടെ വിളിയിലേക്ക് പൂർണ്ണമായി ഇവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറിയ ചുവട് വെച്ചതുപോലെ സ്നേഹത്തിൽ കർത്താവെ തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നടുവിൽ യേശു ജീവിക്കുന്നെന്ന് വിളിച്ചു പറയുവാൻ, വിളിക്കപ്പെട്ടവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചുവടുവെക്കുവാൻ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും യേശുവിന്, സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അടുത്ത ആഴ്ച ഇതേ ചാനലിൽ ഇതേ സമയത്ത് നമുക്ക് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
Thank you.